നിന്റെ വീടിന്റെ പണി ഇതുവരെ തീർന്നിട്ടില്ല. നീ ബിസിനസ് നടത്തി പൊളിഞ്ഞതിന്റെ കടം ഇതുവരെ വീട്ടിയിട്ടുമില്ല. അവള് ചോദിച്ചത് കാര്യമല്ലേ? ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അതിനുള്ള അവകാശം അവക്കില്ലേ? എടാ, നിനക്ക് കാശ് എവിടുന്ന് കിട്ടി? പട്ടാപ്പകലിങ്ങനെ കള്ളുപിടിച്ച് നടക്കുന്നത് അന്തസ്സുള്ള ചെറുപ്പക്കാർക്ക് ചേർന്നാണോടാ? നീ ഒരച്ഛനാണെന്നുള്ള കാര്യം മറന്നു പോരുത്. ഇവള് കരയുന്നത് കാണുമ്പോഴേ പെടയുന്നത് ഞങ്ങളുടെ ചങ്ക. നിന്റെ മകളിങ്ങനെ കരയുന്നത് കാണുമ്പോ നിന്റെ മനസ്സ് പെടയില്ലേ? പക്ഷെ നിങ്ങളുടെ കുഞ്ഞ് കരയുന്നത് കണ്ട ഞങ്ങൾ ഒരിക്കൽ ചത്തുപോ. കാരണം അത് ഞങ്ങളുടെ കുഞ്ഞു. നാണക്കേടായിട്ട് മാറും. നീ കുടിച്ചു കുടിച്ചു ഒടുവില് കാശില്ലാതെ വരുമ്പോ സ്വന്തം ഭാര്യയുടെ കിഡ്നി വരെ എടുത്തു വെക്കും. എടാ, നീ ഞങ്ങളെയൊക്കെ വിട്ടേക്ക്, ഇവിടെ നോക്ക്. ഇനി നീ അങ്ങോട്ട് കുടിക്കുന്നത് കള്ളല്ല. ആ ഗ്ലാസ് നിറയെ നിന്റെ ഭാര്യയുടെയും മകളുടെയും കണ്ണീരായിരിക്കും. ദൈവമേ, തറവാട്ടിലുള്ള ഋതിക എന്തായാലും സത്യങ്ങളൊക്കെ അറിയും. ആപത്താണല്ലോ. എന്റെ പഴയകാല ചരിത്രം അവൾ അറിഞ്ഞ ആകെ കുഴപ്പമാവല്ലോ. മാഡം, മാഡം നിന്നേ. അതെന്താ സ്വന്തം അമ്മയുടെ കാര്യം ആരെങ്കിലും പറയുമ്പോ ഒഴിഞ്ഞു മാറുന്ന, കേൾക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ? എന്റെ അമ്മയെന്നൊന്നും എനിക്കിപ്പോ പറയാനേ തോന്നുന്നില്ല രാജു. എന്നെ ഉപേക്ഷിച്ചു പോയ എന്റെ അമ്മയെക്കുറിച്ച് എനിക്ക് ഓർക്കാൻ ഇഷ്ടമല്ല. കുട്ടിക്കാലം മുതല് ഞാൻ എന്റെ അമ്മയെക്കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നെഗറ്റീവാ. അത് കേട്ടിട്ടുള്ളതല്ലേ, അതായത് മറ്റുള്ളവര് പറഞ്ഞറിഞ്ഞത്. അത് ശരിയാവണമെന്നുണ്ടോ? കേട്ട കഥകളെല്ലാം നെഗറ്റീവായിട്ട് പറഞ്ഞതാണെങ്കിലോ? ഒരുപക്ഷെ മാഡം കരുതിയിരിക്കുന്നത് പോലുള്ള അമ്മ അല്ലെങ്കിലോ ഈ യഥാർത്ഥ അമ്മ? അമ്മ വളരെ നല്ലൊരു സ്ത്രീയായിരുന്നെങ്കിൽ അച്ഛൻ അമ്മയോട് പിണങ്ങുമായിരുന്നോ? ചോദ്യം ശരിയാണ്, പക്ഷെ ആ ചോദ്യത്തിൽ മാത്രമേ ഒരു റൈറ്റ് ഉള്ളൂ. പക്ഷെ ഏതൊരാളെയും ആർക്കും തെറ്റിദ്ധരിപ്പിക്കാം. ഇനി അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് മാഡത്തിന്റെ അമ്മയെങ്കിലോ? അങ്ങനെയാണെങ്കിൽ സ്വന്തം മകളെ ഉപേക്ഷിച്ചിട്ട് ഒരമ്മ പോവോ? ഐ കാൻ ബിലീവ് ഇറ്റ് രാജു. അറിഞ്ഞിട്ടുള്ളതെല്ലാം ഡാർക്കായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ സ്വന്തം അമ്മയെ ഒരു പ്രാവശ്യം കാണാനുള്ള താല്പര്യം മാഡത്തിന് ഉണ്ടാവേണ്ടതല്ലേ? അമ്മയെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും അന്വേഷിച്ചു എന്ന് അച്ഛൻ അറിഞ്ഞ്
ആ നിമിഷം അച്ഛന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കും. കേട്ടതൊക്കെ ശരിയാവണമെന്നില്ല മാഡം. എല്ലാ ബന്ധങ്ങളുടെ ഇടയ്ക്ക് ചില മീഡിയേറ്റർമാര് കടന്നു കയറാറുണ്ട്. അവര് കുടുംബങ്ങളെ തകർത്തെറിയും. ആ, ഇവിടുത്തെ ജോലിക്കാർക്ക് മാഡത്തിന്റെ അമ്മയെക്കുറിച്ച് ശരിക്കും അറിയായിരിക്കുമല്ലോ. ഞാനേ അവരോടൊന്ന് തിരക്കിട്ട് വരാം. രാജു, അത് ചോദ്യം കേട്ടാലല്ലേ പറയാൻ പറ്റൂ. ആ, മറ്റൊന്നുമല്ല, എന്റെ ഭാര്യയുടെ അമ്മയെക്കുറിച്ചാ. അവരെവിടെയാ? എന്താ സംഭവിച്ച? ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ചോദ്യം കേട്ടിട്ട് മറുപടി പറയാമെന്ന്. ഞാൻ ഇവിടുത്തെ കാര്യസ്ഥ മാത്രമാണ്. അതിനപ്പുറത്ത് ഒരു അധികാരവും എനിക്കില്ല. നാക്കും അതിൽ നിന്ന് വരുന്ന വാക്കും ചിലപ്പോ വലിയ ആപത്തുകൾ വിളിച്ചു വരുത്തും. പലരും സാറിന്റെ അച്ഛനറിയാം. വേണുവിനോട് ചോദിച്ചൂടെ? അച്ഛനൊന്നും അറിയില്ല. എനിക്കെല്ലാം അറിയാം, പക്ഷേ ഞാൻ പറയില്ല. പറയാൻ എന്നെ നിർബന്ധിക്കുകയായിരുന്നു. സരസ്വതി തമ്പുരാട്ടിക്ക് അതൊന്നും ഇഷ്ടമാവൂല.